നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാമേ. രാവിലെ തന്നെ സിന്ധു പാല് മേടിക്കാൻ പോയിട്ട് വരിക. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പശുവിനെ കറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കവർ പാൽ ഉപയോഗിക്കാറില്ല. അവിടുന്ന് പാല് കിട്ടും, നല്ല പാല് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കാൻ പോയത്. ഇപ്പം മഴയായതുകൊണ്ട് ഇപ്പം നടന്നു വരുന്ന കൊച്ചു വഴിയിലൊക്കെ നല്ല വെള്ളമാണെന്ന് പറയുമായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴും നല്ല വെള്ളം ഉണ്ടായിരുന്നു. അല്ല പിന്നെ കുറച്ച് ചുറ്റി കറങ്ങിപ്പോകണം. അതുകൊണ്ടാണ് ഇതിലെ എളുപ്പം അങ്ങോട്ട് പോകുന്നത്. അവിടെ ഇടവടിയിലെല്ലാം വെള്ളമായിട്ടുണ്ടല്ലേ. കുറവയായി അവിടെ അല്ലേ. മഴ കഴിയാതെ ഇപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇങ്ങേപ്പുറത്തെ വഴി കൂടെ പോയാൽ മതി. ഞങ്ങളുടെ രാവിലത്തെ പരിപാടി തുടങ്ങി. കുഞ്ഞിനെ ഇവാനെ തുറന്നുകൊണ്ടുപോകാം. ഇനി ഇവരുടെ പരിപാടികൾ ഇനി കുറേ സമയത്തേക്ക് അരമണിക്കൂർ ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ്. വാമനെ വാടാ. ആ പോയെ വിളിക്കണം. അവർക്കുള്ള ഫുഡ് കൊടുക്കട്ടെ. വാ ഓടി വാ. എളുപ്പം വാ വന്നാട്ടെ. വാമ കഴിക്കണ്ടേ. ഞങ്ങൾ പിന്നെ കവർ പാൽ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങൾക്കും അവർക്കും എല്ലാം ഇത് പശുമ്പാൽ വേണം. അപ്പോൾ നമ്മളടുത്തൊരു വീടുണ്ട്. അപ്പോൾ അവിടെ നല്ല പശുമ്പാൽ കിട്ടും. അപ്പോൾ എന്നാൽ രാവിലെ വെച്ച് ചായ ഇട്. ശകലം ഇഞ്ചിയോ ഏലക്കയോ വേണമെങ്കിൽ അത് ഇട്ടോ കേട്ടോ. ഞങ്ങൾ ഇപ്പം രാവിലെ ഒരു ചായ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ നേരം ഒരു ചായ ഉണ്ട്. അപ്പോൾ ആ ചായ രണ്ടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങിടും. അപ്പോൾ അഡൽട്ടിൻ്റെ ടൂണയെക്കാട്ടിലും നല്ലത് കിറ്റൻ്റെ ടൂണയാണ്. അഡൽട്ടിൻ്റെ ടൂണയ്ക്ക് ഇല്ല, അവൻ വന്നില്ല. അവനിപ്പോൾ അവനായിട്ട് വെളിയിലോട്ട് അങ്ങോട്ട് ചാടി പോയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഒരു റൗണ്ട് അടിച്ചിട്ടേ വരത്തുള്ളൂ. ആ അതാ വന്നു. വിളിച്ചല്ലേ മോനെ. വാ പാത്രം ഫുഡ് എടുക്കുമ്പോൾ പോയി. ചെറുക്കോ കയറി വാ. എവിടെ പോയിരിക്കായിരുന്നടാ നീ? അപ്പോൾ ഈ കിറ്റൻ്റെ ടൂണയ്ക്കകത്ത് കുറച്ച് പ്രോട്ടീൻസ് ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഈ അഡൽട്ടിൻ്റെ ടൂണയ്ക്കകത്ത് വലിയ പ്രോട്ടീനൊന്നും വരത്തില്ല. അവർ ഒരു ഭക്ഷണമെന്നുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് 2 പാക്കറ്റാണ് രാവിലെ, ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5.5 വയസ്സ് കഴിഞ്ഞ് 6 വയസ്സായിരുന്നു. ഇതിൽ കാണുന്നത് ഇതാ ഇവാൻ. അപ്പുറത്തെ അവൾ ഫീമെയിലാണ്, കുഞ്ഞൻ. ഞങ്ങൾക്ക് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓരോരുത്തർക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയതുകൊണ്ടും അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞങ്ങൾ അവളുടെ പ്രസവം ഇപ്പം നിർത്തിയിരിക്കുക. എല്ലാവർക്കും എല്ലാം കൂട്ടുകാരെ കൊണ്ടുപോയത്. കൂട്ടുകാരെ വീടുകളിലേക്കാണ് കൊണ്ടുപോയത്. അവരൊക്കെ ഇപ്പം ഇവരെക്കാട്ടിലും വലുതായിട്ട് നല്ല ഉഷാറായിട്ടിരിക്കുക മക്കളൊക്കെ. ആ കുഞ്ഞിന് ഇച്ചിരി പാലെടുത്തേ. അവർക്ക് എല്ലാ ദിവസവും പാല് വേണം. അത് കഴിഞ്ഞിട്ട് ഈ പാലിനകത്തൊരു കാടയുടെ മുട്ട ഞങ്ങൾ വാട്ടി ഒഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പം കാടമുട്ടയില്ല, കാടമുട്ട തീർന്നു പോയി. ഇനിയിപ്പം പോയി മേടിക്കണം. അവൾക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൻ പാല് കുടിക്കത്തില്ല. പാകണായിക്കോട്ടെ കുഞ്ഞോ. പിന്നെ അവൾക്ക് വേണം. ആരും അത് വേണ്ട. കാണിച്ചു കൊടുക്കുന്നു. അവള് രാവിലെ മുഖം മിനുക്കുക. രാവിലത്തെ പാലുകൂടിയൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി പിന്നെ കുറേ സമയത്ത് റെസ്റ്റാണ്. രാവിലെ പിന്നെ മൊത്തം മഴയാണ്. ഇപ്പോൾ എല്ലായിടത്തും റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കും. ഇപ്പോൾ അതുകൊണ്ടിപ്പോൾ നമുക്ക് പുറത്തെങ്ങും പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീടും നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കൊന്ന് കാണാം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. മക്കളൊന്നും സ്ഥലത്തില്ല. പിന്നെ ഉള്ളത് ഞങ്ങളുടെ 2 മക്കൾ ഇവരാണ്. കണ്ടില്ലേ, അവരെ ഞങ്ങൾ കാണിച്ചില്ലേ. രാവിലെ അവരുടെ ഭക്ഷണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ എല്ലാ ഭക്ഷണം. ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത് രാവിലത്തെ അവരിൽ നിന്നാണ്. പിന്നെ റസ്ക് ഇരിപ്പുണ്ടോ? ഉണ്ടോ? രാവിലെ നമുക്ക് ചായയുടെ കൂടെ 2 പീസ് റസ്ക് കഴിക്കാമെങ്കിലുണ്ടല്ലോ, നല്ല സൂപ്പറാണ്. ആ ചൂട് ചായക്കകത്തോടെ റസ്ക് മുക്കി കഴിക്കാമെങ്കിൽ എല്ലാ പ്രായക്കാർക്കും കഴിക്കാം. പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് അത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നും. ആ റസ്ക് നല്ല ടേസ്റ്റായിരിക്കും ചായയുടെ കൂടെ രാവിലെ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ മതി. അയൽപക്കത്ത് ഞങ്ങളുടെ സുഹൃത്ത് വന്നു. അപ്പോൾ മോനും
അപ്പോൾ ഇന്നിപ്പം സ്കൂളില്ലല്ലോ, കുഞ്ഞുങ്ങൾക്കൊന്നും ഇന്ന് സ്കൂളില്ല. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ രണ്ട് വീട്ടിൽ അവർ 2 പേരാണ്. അപ്പോൾ 2 പേർ കാണണമെങ്കിൽ ഒരാൾക്ക് വേറെ പാട്ട് കേൾക്കണം. അങ്ങനെ ഇപ്പോൾ ഒരാളിപ്പോൾ ഇവിടെ വന്നിരുന്ന് കൊച്ചു TV കാണുമോ. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു 4 6 വല്ലതും മതി. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റതൊക്കെ വളരെ പതുക്കെയാണ്. അതിനുശേഷം ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ പതുക്കെ. ഇപ്പം 8:45 9 മണിയാവാറായി. പിന്നെ ഇഡ്ഡലി വെക്കുന്നതിന് മുമ്പായിട്ട് കടലക്കറി വെച്ചു. അപ്പോൾ കടലക്കറി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇഡ്ഡലി വളരെ കുറച്ച് മതിയാവും. നമ്മുടെ കടലക്കറി ഇവിടെ ഒന്ന് കാണിച്ചേ. കൈ വെച്ചേ നന്നായിട്ട്. ഞങ്ങൾക്ക് കടലക്കറി കുറച്ച് മതി, 2 പേർക്കല്ലേ. ഞങ്ങൾ വെച്ചിരുന്ന് കഴിക്കത്തില്ല ഫുഡ്. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ ഇവാനും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള നെത്തോലി ചൂട നല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ചിലയിടത്ത് ചൂടെന്ന് പറയും, ചിലയിടത്ത് നെത്തോലി എന്ന് പറയും. അപ്പോൾ ഞങ്ങളിത് അവർക്ക് പച്ചമീൻ കൊടുക്കത്തില്ല. അപ്പം ഞങ്ങളുടെ രാവിലത്തെ ഇഡ്ഡലിയാണേ. കുറച്ചേ ഉള്ളൂ, ഞങ്ങൾ 2 പേരേ ഉള്ളതുകൊണ്ട് എല്ലാം കുറേശ്ശെ ഉണ്ടാക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. ഒത്തിരി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കഴിക്കത്തില്ലേ. അതെ, അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ എല്ലാം ഉണ്ടാക്കത്തുള്ളൂ. മാവ് ഇഡ്ഡലിയുടെ മാവ് അരച്ചങ്ങ് ഫ്രീസറിൽ വെക്കും. ആവശ്യമുള്ളത് എടുക്കും. അതെ, അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഇച്ചിരി കായൽ ചെമ്മീൻ ഇതുവഴി പോയപ്പോൾ മേടിച്ചായിരുന്നു. അത് നമുക്ക് ഇച്ചിരി ബിരിയാണി വെച്ചാലോ. ഒത്തിരി നാളായില്ലേ കൊച്ചു ബിരിയാണി വെച്ചിട്ട്. ഒരു കാലം ബിരിയാണി നല്ല ചെമ്മീൻ, നല്ല കാര്യമീൻ. മുമ്പ് ഞാനാണ്ട് ഈ സാധനം അവിടെ ചിഞ്ചുവിന്റെ അവിടോട്ട് കൊടുത്തിട്ട് വരട്ടെ. അവർക്ക് കൊടുത്തിട്ട് ഇനി അവർക്ക് എന്തെങ്കിലും ആവി പിടിക്കണമെങ്കിലോ. ഇത് നെബുലൈസേഷൻ ചെയ്യുന്നതല്ലേ. കൊടുത്തിട്ട് എളുപ്പം പറഞ്ഞേ. ഓക്കെ, ഞാൻ അപ്പോൾ തന്നെ കൊഞ്ചെല്ലാം എടുത്ത് വെക്കാം. കൊഞ്ച് ഞാൻ ആ വെളിയിലോട്ട് കൊണ്ട് വെക്കാം. വെച്ച് ഞാൻ കവറിൽ നിന്ന് തട്ടിയിട്ട് എന്നിട്ട് ഇതും കൂടെ വാ. ഞാനല്ലേ പൊളിക്കുന്നില്ലേ. വാ, നമുക്ക് 2 പേർക്കും ഇത് പൊളിച്ചെടുക്കാം. എളുപ്പം. എന്നിട്ട് എനിക്ക് വേറെ ഒത്തിരി പരിപാടിയുണ്ട്. പൊളിച്ചോണ്ടിരിക്കുന്നു. നല്ല ചെമ്മീനല്ലേ. എനിക്ക് ഈ കറുപ്പെടുത്ത് കളയണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അത് നാരല്ലേ, അതിൻ്റെ നട്ടല്ലല്ലേ അത്. നട്ടല്ലെടുത്ത് കളയണം, അല്ലെങ്കിൽ വൈറ്റ് വേന എടുക്കും. അത് കളയണം. അത് വെള്ളം എടുത്തിട്ട് വെള്ളത്തിനകത്തോട്ട് മുക്കണം. ഇത് ഇനി എടുക്കുന്നില്ലല്ലോ, ഇതിനകത്തോട്ട് അങ്ങോട്ട് പോയി. എന്നാൽ ഞാനിവിടെ വരാമേ. ദേ കണ്ടോ, ഒരു ചെമ്മീനൊന്നും എടുത്തേ. നല്ല വലിപ്പമുണ്ടല്ലേ. നല്ല ചെമ്മീനാണ് കേട്ടോ. ആറ്റ് ചെമ്മീനാണ്. അവന് നത്തോലിക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് കുറച്ചെങ്കിൽ എടുത്തോ. അതെ, അമ്മ കൊണ്ടുവന്നല്ലോ. കഴിച്ചോ. ദേ കൊണ്ടുവച്ചടാ. അവൻ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ച് കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് എപ്പോഴാണ് ആവശ്യം. കഴിച്ചോ. നല്ല നെത്തോലിയല്ലേ, എനിക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ. അത് ശരി, ഈ പോലെ വന്നു. ഇച്ചിരി വായ്പെട്ട് കൊടുക്കണം, എങ്കിലേ കഴിക്കും. രുചി അറിയണം കഴിക്കണമെങ്കിൽ. അങ്ങനെ സ്വഭാവം ആദ്യം പിന്നെ കൊഞ്ചൊന്ന് പെരട്ടി വെക്കുവാണേ. എന്തൊക്കെയാ ചേർക്കുന്നത്? ബിരിയാണിക്കുള്ള കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടൊന്ന് പെരട്ടി വെക്കാം ആദ്യം. ഇതല്ലേ നമ്മുടെ മറ്റേ കാശ്മീരി ചില്ലി അല്ലേ ഇത്? അതെ അതെ, കാശ്മീരി ചില്ലി ആവുമ്പോൾ വലിയ എരി കാണത്തില്ലല്ലോ. അപ്പൊ അതിനകത്ത് അപ്പൊ ഇത് ചേർക്കണ്ടേ? ഉപ്പ് വേണ്ടേ ഇതിനകത്ത്? പെരട്ടുന്നതിനകത്ത് അതെന്തോ ഇടുന്നേ?
അത് ശകലം പെരുംജീരകപ്പൊടി പെരുംജീരകം കുറച്ച് മതി, എല്ലാം കുറച്ച് ചേർത്ത് ഒന്ന് പരട്ടി വെക്കാം. ഇച്ചിരി ഉപ്പും കൂടി എടുത്തോണ്ട് വരട്ടെ, ഒരു മിനിറ്റ്. ഉപ്പ് നമുക്ക് ഒരു ഇപ്പം കുറച്ചല്ലേ ഇടത്തുള്ളൂ ഉപ്പ്. അതിനുശേഷം പിന്നെ രണ്ടാമത് റൈസൊക്കെ റെഡിയാക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് ചേർക്കും, അതോ ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഉപ്പ് ചേർക്കത്തുള്ളൂ? ഉപ്പേ ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യമേ ചേർക്കത്തുള്ളൂ, അതോ പിന്നെ രണ്ടാമത് ചേർക്കും? അല്ല, ഇതിപ്പോൾ ഇത് വറുക്കാൻ വേണ്ടി ഇച്ചിരി നേരം ഒന്ന് പരട്ടി വെക്കണം, അതിന് വേണ്ടി മാത്രം. അപ്പം ഇത് ഇളക്കി വെക്കട്ടെ. അപ്പോൾ ഇളക്കി എത്ര സമയം വെക്കേണ്ടി വരും? കുറച്ച് സമയം വെക്കാം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോൾ അതേ മസാല പിടിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വറുത്തൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ അത് മസാല പിടിക്കണം അല്ലേ? ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഉള്ളി കുറച്ചൊന്ന് വറുത്ത് വെക്കണം, പിന്നെ ബാക്കി അല്ലാതെ ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ വേറെ ചേർക്കുന്നത്? കറുവപ്പട്ടയും കുറച്ച് ഗ്രാമ്പും കുറച്ച് മറ്റേ ഇതിൻ്റെ ഇല അല്ലേ? പിന്നെ ഇത്രയും വേണമെന്നുള്ള അറിയില്ല, കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും. പിന്നെ വേറെ ഇത് ഇനി ആദ്യം ഒന്ന് വറുത്തൊക്കെ എടുക്കാം, മസാലയൊക്കെ ചേർത്ത്. ഓക്കെ, എന്നാ നമ്മളെന്നാ വറുക്കാം. എന്നാ പാത്രം എടുത്തു. വെളുത്തുള്ളി പച്ചമുളകും കൂടെ നമുക്കൊന്ന് അരച്ച് ഇതിനകത്ത് ചേർക്കണം. അത് മൂന്നും അരച്ച് ചേർക്കാനാണ്. അരച്ച് എന്തിൻ്റെ കൂടെ ചേർക്കുന്നത്? വറ്റത്തില്ലേ, അതിനകത്ത് ചേർക്കാനുള്ള. എന്നിട്ട് ഞാനിതൊന്ന് അരയ്ക്കും. അതിന് മുമ്പായിട്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കുറച്ച് സവാള. വെളിച്ചെണ്ണ ഒഴിക്കാന്ന്. സവാള ഇങ്ങനെ കുറച്ച് വറുത്തെടുക്കണം, ഇതിനകത്ത് ലാസ്റ്റ് ചേർക്കാനേ. അത്ര മതി. ഇളക്കുന്നുണ്ട്, ബാക്കി വറുത്തെടുക്കും അല്ലേ? മൂത്തിട്ടുണ്ടേ, ഇത്രയും മൂക്കണം. അത് മൊത്തം കോരണ്ടേ? ഇതാണോ അതിന്റെ പാകം? തുള്ളി ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇല്ല, ഞങ്ങളെ 95% ഞങ്ങൾ കല്ലേ വെച്ച് അരച്ചെടുക്കുകയാണേ. ചമ്മന്തി ആയാലും അതുപോലെ മറ്റേ ഇതുപോലെ കറിക്കൊക്കെ ഉള്ള ആയാലും രസത്തിനുള്ള ആയാലും എല്ലാം നമ്മൾ കല്ലേ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒരു 5% ഉള്ളൂ മിക്സി ഉപയോഗിക്കുന്നത്. കാരണം ഇതെല്ലാം വെച്ച് അരച്ചെടുക്കുന്ന ചമ്മന്തിക്കൊക്കെ ഒരു ഭയങ്കര രുചിയല്ലേ? അത് ഒത്തിരി അരയണോ അതോ ചതഞ്ഞാൽ മതി? ചതഞ്ഞിട്ടുണ്ടേ. ഇനിയിപ്പോ എന്തോ പരിപാടി? ഇപ്പൊ ഇതിനകത്തോട്ട് ഈ എണ്ണ തന്നെ, ഈ അത് വറുത്ത എണ്ണ തന്നെ ഇച്ചിരി കൂടെ നെയ്യ് കൂടെ ഒഴിച്ച് നെയ്യോ? പിന്നെ നെയ്യ് കഴിഞ്ഞിട്ട് വേറെ സവാളയൊക്കെ വഴറ്റിയെടുക്കാം. അല്ല, ആദ്യം നമുക്ക് ഇച്ചിരി കറുവപ്പട്ട ഇല്ലാത്തത്, പിന്നെ ഏലക്ക, ഏലക്കയും കറുകപ്പട്ടയും. ഏലക്ക കറുകപ്പട്ട പിന്നെന്തോ ഇട്ട് മറ്റേ ഇതല്ലേ? ഇലയുണ്ടല്ലോ നമ്മുടെ വശനകാരല്ലേ പറയുന്നത് അല്ലേ? അല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അത് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ആണോ സവാള ഇടുന്നത്? അതോ ഇത് മാത്രമായിട്ട് മുട്ടിക്കുകയാണ്? ഞാൻ അടുത്ത അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഈ സവാളയും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചേർക്കണം. ബാക്കി സവാള ഇട്ട് വഴറ്റണം. അപ്പോൾ ഇതേത് പരുവം വരെ ആവുന്നത്? ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അല്ല, ഇത് നല്ലോണം ഒന്ന് കുഴഞ്ഞു വരണം. ഇതിവിടെ കണ്ട് വഴന്ന് വരുമ്പോഴത്തേക്കിന് കൊഞ്ച് ഈ സൈഡിൽ കിടന്ന് ചെറുതായിട്ട് ഒത്തിരി അങ്ങ് വറുത്തെടുക്കണ്ട, ചെറുതായിട്ട്. ഇത് വറുത്താണോ അല്ലല്ലോ? പച്ചയല്ലേ? അത് വറുത്ത് കഴിച്ചിട്ട് പിന്നെ ഇതിടാൻ വേണ്ടിയിട്ടല്ലേ? ഈ തക്കാളിക്ക് ആ സമയം നമുക്ക് ഇതിനകത്തിടാം. ഓക്കെ, ഈ തക്കാളിക്കാണ് ഇട്ട് വഴറ്റണം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയേ, ഒരുപാട് അങ്ങോട്ട്
ഒത്തിരി മൂപ്പിക്കണ്ട അല്ലേ? കാരണം എന്നാന്ന് വെച്ചാൽ അത് പിന്നെ ഹാർഡായി. അതിനകത്ത് ഇടണ്ട. ഇത് ഫ്രൈ ആക്കിയതല്ലേ? അത്രയും മതി. അത്രയും മതി. ഓക്കെ, അതും റെഡിയായോ? അതിനകത്ത് ഇനി മസാലയൊന്നും ചേർക്കണം. ഇത് മസാല ഒന്ന് കാണിച്ചേ. ഓക്കെ, മസാല മൂത്തിട്ടുണ്ടേ. ഓക്കെ, ഇതിനകത്തോട്ട് ഈ കുഞ്ചിട്ട് ചെമ്മീനല്ലേ? ഓക്കെ, ഈ ചെമ്മീൻ കൂടെ അങ്ങ് ഈ എണ്ണ സഹിതം അങ്ങ് ഇട്ടേ. ഇതായപ്പോൾ മസാല എല്ലാം പരിവമായി അല്ലേ? ഓക്കെ, ചോറ് റെഡിയായോ? ഇത് ചോറ് വേവിച്ചതാ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞല്ലേ? ഒരു മുക്കാലും വെന്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ടിടും അല്ലേ? ഓക്കെ, ഇനി അത് പിന്നെ ഇപ്പം എന്തോ ഇടാൻ പോകുന്നത്? ഇത് പകുതി ചോറ് ഇതിനകത്ത് ഇട്ടു. ചെമ്മീനോ? അല്ല, പകുതി ചോറ് ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ ഈ ചെമ്മീന് ഇടുവോ അല്ലേ? ചെമ്മീൻ ഇട്ടോ? ഇത് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ചോറൂടെ വരും അല്ലേ? അതിൻ്റെ മുകളിൽ ഒരു ലെയർ ചോറൂടെ വരും. മേളിൽ രണ്ടാമത്തെ ലെയർ ചോറ് കിട്ടും അല്ലേ? ഓക്കെ, രണ്ടാമത്തെ ലെയർ ചോറൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണേ. ഇതേ ഞങ്ങളുടെ ഒരാൾ വന്ന് ഇരിക്കുന്നുണ്ടോ? കാണാൻ വന്നിരിക്കുക. കുഞ്ഞോ, കുഞ്ഞാ, എന്നാ അവളും ഇതിനിടയ്ക്ക് വന്നവിടെ കുക്കിംഗ് പഠിക്കാൻ വന്നിരിക്കുകയായിരുന്നു. അടുത്ത പരിപാടി എന്തോ? ആ സമയം കൊണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാം നെയ്ക്കാറ്. അണ്ടിപ്പരിപ്പ് എടുത്തു. കിസ്മിസ് മൂത്തല്ലോ, നിർത്തിയാക്കട്ടെ. ചോറ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ചൂടുണ്ട്. എൻ്റെ കൈ ചെറുതായിട്ട് കൊള്ളുന്നു. അപ്പം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് തൂവുക. അപ്പം ഇതിൻ്റെ മുകളിൽ ഇനി മല്ലിയിലയും കൂടെ ഇടുകയാണ്. ഇപ്പം നമ്മുടെ ബിരിയാണി റെഡിയായല്ലേ? അതെ, ഞങ്ങൾ ഇപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് ബിരിയാണി കഴിക്കാനായിട്ട് എടുക്കാം. കുടിച്ചിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നുള്ളൂ. നമ്മുടെ ഗ്രാമീണ ശൈലിയിലുള്ള ബിരിയാണിയാണ് കേട്ടോ. നമുക്കിന് വേറെ പേരൊന്നുമില്ല. നമ്മൾ അതുപോലെ തന്നെ എനിക്ക് ബിരിയാണി ആയാലും ചോറായാലും എന്തുമായാലും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് പപ്പടം. എനിക്ക് എല്ലാത്തിൻ്റെയും കൂടെ പപ്പടം വേണം. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങളുടെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല അടിപൊളിയാണ്, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ഗ്രാമീണ ബിരിയാണി, ഇതിനകത്ത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കളറിൽ ഒരു കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാമേ. അത് സൂപ്പർ സാധനം. നല്ല ബിരിയാണി. അപ്പം അടുത്ത ശനിയാഴ്ച നമുക്ക് വേറൊരു ബിരിയാണിയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.